മഴയൊക്കെ ആയാലേ നമുക്ക് കഴിക്കാൻ തോന്നുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്നല്ലെങ്കിൽ കൊള്ളി പുഴുങ്ങിയത്, അല്ലെങ്കിൽ ചക്ക. അപ്പൊ ഇന്ന് നമ്മൾ ചക്ക ഇട്ടിട്ട് നെഞ്ചടി ചക്കയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടാ. കാണിച്ചുതരാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാന്നുള്ളതൊന്ന് കമന്റ് ചെയ്തോളോ. ദാ നോക്കിക്കെ, നല്ല മാതൃകയുള്ള തുമ്പപ്പൂ പോലത്തെ ചക്ക വേവിച്ചത് ഇട്ടാ. ഇതിന്റെ ആ മണം തന്നെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന്റെ കൂടെ കൂട്ടാൻ എന്താ നല്ല മസാലയൊക്കെ പിടിച്ച് ചാറോടെ വെന്ത് കിട്ടിയ ഒരു ഒന്നാന്തരം ബീഫ് നെഞ്ചടി ഇട്ടാ. ഇനി ഇത് രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യണം. ഈ ഒരു കാര്യത്തിലേ നമ്മുടെ വീട്ടിലെ അൾട്ടിമേറ്റ് ഷെഫ് അപ്പച്ചൻ തന്നെയാണ് കേട്ടോ. അപ്പച്ചൻ അത് നല്ലതുപോലെ തിരുമ്മി മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ വായിലിങ്ങനെ വെള്ളം വരും. ഇത് നോക്കി ചിരിക്കണതാണ്ടാ നമ്മുടെ അമ്മച്ചി. ഈ സ്വാദിന്റെ പിന്നിലെ പ്രധാന ആള് ഞങ്ങളുടെ അമ്മച്ചി തന്നെയാണ് കേട്ടാ. ഇനിയിപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നല്ല ചൂടോടെ തന്നെ ഒരു പിടി പിടിക്കാം. ഈ മഴയത്ത് ചൂട് ചക്കയും ഈ ബീഫും കൂടി ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഒന്നാന്തരം ഒരു ഫീൽ തന്നെയാണ് കേട്ടാ. നല്ല ക്രിസ്പി സാധനം കേട്ടാ. നമ്മള് തിന്നണം നമ്മുടെ നെഞ്ചടി ചിക്കൻ എഴുതുമ്പൊന്നിങ്ങനെ കടിച്ചെടുത്ത് തിന്നാം. നമുക്ക് കുടയുമ്പോ വീഴില്ല, നല്ലപോലെ വേവിച്ച് കഴിഞ്ഞാൽ വീഴും. അല്ലെങ്കിൽ നമ്മള് കടിച്ചെടുത്ത് തന്നെ തിന്നണം. പല്ലില് കമ്പിള കാരണം വലിയ രീതിയിൽ കടിക്കാൻ പറ്റില്ല നമുക്ക്. ഇത് ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇവര് വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ലേ, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ.